ശ്രീലങ്കയ്ക്കെതിരായ മൂന്നാം ഏകദിനത്തിൽ ശുഭ്മാൻ ഗില്ലിനും വിരാട് കോഹ്ലിക്കും സെഞ്ചുറി. 85 പന്തിലാണ് വിരാട് കോഹ്ലി ഏകദിനത്തിലെ 46ാം സെഞ്ചുറി നേടിയത്. സച്ചിന്റെ റെക്കോർഡിനെയും കോഹ്ലി മറികടന്നു. 89 പന്തിലാണ് ശുഭ്മാൻ ഗിൽ സെഞ്ചുറി നേടിയത്. 99 പന്തിൽ 116 റൺസ് നേടിയാണ് ഗിൽ പുറത്തായത്. വിശദാംശങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും എബി ജോൺ തോമസ് ഉണ്ട്. എബി, 2 റെക്കോർഡാണ് ഏകദിനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തുളസി, വളരെ ആവേശകരമായി തന്നെയാണ് കാര്യവട്ടത്ത് മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 370 റൺസിന് 5 വിക്കറ്റ് എന്ന നിലയിലാണ് ഇപ്പോൾ ഇന്ത്യ മത്സരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനമായി ഇപ്പോൾ സൂര്യകുമാർ യാദവാണ് പുറത്തായിരിക്കുന്നത്. ഒരു ഓവർ കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. നിലവിൽ വിരാട് കോഹ്ലി ആണ് ക്രീസിൽ ഉള്ളത്. വിരാട് കോഹ്ലി സച്ചിൻ്റെ റെക്കോർഡ് മറികടക്കുന്ന തരത്തിലേക്കുള്ള പ്രകടനത്തിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു. 20 സെഞ്ചുറികൾ എന്ന, അതായത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന ഒരു താരം എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹം ആഭ്യന്തര ഗ്രൗണ്ടുകളിൽ, സ്വന്തം ഗ്രൗണ്ടുകളിൽ സെഞ്ചുറി നേടുന്ന താരം എന്ന റെക്കോർഡാണ് ഇപ്പോൾ വിരാട് കോഹ്ലി നേടിയിരിക്കുന്നത്. ഇന്ത്യയിൽ സച്ചിൻ നേടിയിരിക്കുന്നത് 20 സെഞ്ചുറികളാണ്. ഇപ്പോൾ വിരാട് കോഹ്ലി അത് മറികടന്ന് 21 സെഞ്ചുറികൾ നേടിക്കൊണ്ട് തൻ്റെ നേട്ടം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ കാര്യവട്ടം സ്റ്റേഡിയത്തിലെ ആദ്യത്തെ സെഞ്ചുറി, അന്താരാഷ്ട്ര സെഞ്ചുറി എന്ന നേട്ടം ശുഭ്മാൻ ഗില്ലും നേടുന്ന ആ ഒരു കാഴ്ചയ്ക്ക് തന്നെ കാണാൻ നമുക്ക് കഴിഞ്ഞു. ബാറ്റിങ്ങിനെ അനുകൂലിക്കുന്ന പിച്ച് എന്ന നിലയിൽ തന്നെയായിരുന്നു നേരത്തെ മുതൽ തന്നെ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ പ്രവചനങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. അതിനെ സാധൂകരിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രകടനമാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ആദ്യമേ തന്നെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തപ്പോൾ മുതൽ തന്നെ ഓപ്പണർമാരായിട്ടുള്ള ശുഭ്മാൻ ഗില്ലും ഒപ്പം നായകൻ രോഹിത് ശർമ്മയും ശക്തമായ രീതിയിലുള്ള ബാറ്റിംഗ് തന്നെയാണ് കാഴ്ചവെച്ചത്. ഈ ശ്രീലങ്കൻ ബൗളിംഗ് നിരയെ തച്ചുടക്കുന്ന തരത്തിലേക്കുള്ള ബാറ്റിംഗ് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആദ്യ വിക്കറ്റ് കൂട്ടുകെട്ട് തന്നെ 95 റൺസിൻ്റെ വിക്കറ്റ്, 1ാം വിക്കറ്റ് കൂട്ടുകെട്ട് പടുത്തുയർത്തിക്കൊണ്ടാണ് 1ാം വിക്കറ്റ് പിരിയുന്നത്. തുടർന്ന് വിരാട് കോഹ്ലിയുമായി ചേർന്ന് ഗില്ല് ഇന്നിങ്സ് ബലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം വന്നവർ മികച്ച രീതിയിലുള്ള ഇന്നിങ്സുകൾ കാഴ്ചവെച്ച് പുറത്താവുകയായിരുന്നു. ഇപ്പോൾ അക്സർ പട്ടേലാണ് ഇപ്പോൾ വിരാട് കോഹ്ലിക്ക് ഒപ്പമുള്ളത്. 149 റൺസുമായി വിരാട് കോഹ്ലി ബാറ്റിംഗ് തുടരുകയാണ്. അവസാനത്തെ ഓവറിലേക്ക് മത്സരം കടന്നിരിക്കുകയാണ്. നിലവിൽ 370 റൺസിന് 5 വിക്കറ്റ് എന്ന നിലയിലാണ് ഇന്ത്യ ബാറ്റിംഗ് തുടരുന്നത്. എബിയാണ് വിവരങ്ങൾ നൽകിയത് സ്പോർട്സ് ഡെസ്കിൽ നിന്നും.